ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എനിക്ക് കുറേ ദിവസത്തെ വിശേഷങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ കടന്നു പോയായിരുന്നു. പക്ഷേ വീഡിയോ ഇടാനുള്ള ഒരു ചെറിയൊരു ഫ്ലോ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇടാതെ ഷോർട്സിലൂടെയൊക്കെയാണ് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത്. ഷോർട്സ് ആകുമ്പോൾ എനിക്കധികം പണിയൊന്നും ഇല്ലല്ലോ. ഞാനപ്പോൾ കുഞ്ഞ് ഷോർട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മടി പിടിച്ചിരിക്കുകയെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വീഡിയോസുകളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചിലർക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ണനാണെങ്കിലും കല്യാണിയാണെങ്കിലും ഭയങ്കര ഹാപ്പി ആക്കി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റപ്പോൾ ഒരു ദിവസം ചക്കയൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ ചക്ക വറക്കണം, കണ്ണൻ ചെന്നത് കാരണം ചക്ക അട ഉണ്ടാക്കണം, അങ്ങനെ കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ കണ്ണൻകുട്ടി ചില ദിവസങ്ങളിൽ ഇപ്പോൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ കുറച്ച് നേരമൊക്കെ കിടക്കും കേട്ടോ. അപ്പോൾ അന്ന് ഒരു ദിവസം കുറേ നേരം കണ്ണൻ കിടന്ന് എണീറ്റൊരു രംഗമായിരുന്നു കേട്ടോ അത്. അപ്പോൾ പിന്നെ അവിടെ പിന്നെ എനിക്കങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ സുഖിക്കാനായിട്ടാണല്ലോ ശരിക്കും പോവുക. വലിയ രീതിയിൽ അടുക്കളയിൽ കയറുന്ന പരിപാടികളൊക്കെ കുറവാണ് അവിടെ. എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ നിൽക്കുകയുള്ളൂ. പിന്നെ പിള്ളേരുകളുടെ കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് നോക്കുക. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, വലിയ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചാലക്കുടി മേലൂരാണ് കേട്ടോ വലിയ ആൻറ്റിയുടെ വീട്. വലിയ ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണ്. ഞാനപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിരുന്ന് പോവില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോവില്ലേ, അങ്ങനെ പോയിട്ടുള്ളതാട്ടോ. അപ്പോൾ ഏകദേശം 15 വർഷമായിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു വല്യമ്മയുണ്ട് ചാലക്കുടി തന്നെ അന്നനാട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ വന്നിട്ട് അവിടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ പോവാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മയും ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടനുണ്ട്. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ വന്നില്ല, ഞാനവിടെ നിൽക്കാൻ പോയതാണല്ലോ. പിന്നെ ശ്രുതിക്കും വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ മേലൂരൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയമായി പോയിട്ട്. ഞങ്ങളിങ്ങനെ ആദ്യമൊക്കെ പോകാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോട്ടിലിറങ്ങിയിട്ട് കുറേ പാടല്ലൊരു പറമ്പാണെങ്കിൽ ഇങ്ങനെ തോടുകളും അങ്ങനെ ഒരു സ്ഥലങ്ങളൊക്കെ നടന്ന് അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. ഇപ്പം ആ നടന്ന് പോയ തോട്ട് വരമ്പൊക്കെ നല്ല റോഡൊക്കെ ആയി മാറി. ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വരുന്നതൊന്നും വിളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൻറ്റിയുടെ പേരക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ വല്യമ്മയുടെ വീട്ടിലും കയറി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. വല്യമ്മയുടെ വീട്ടിലേക്ക് അതേട്ടോ ഏകദേശം കണ്ണൻകുട്ടി കുഞ്ഞായിരിക്കുന്ന സമയത്ത്. കണ്ണന് 1 വയസ്സൊന്നും എത്തിയില്ലേ, 1 വയസ്സല്ല 6 മാസം എത്തിയില്ലേ, വയ്യാണ്ടൊക്കെ ആവുന്നതിന് മുൻപ്. എൻ്റെ അമ്മാമ്മയൊക്കെ അവിടെ ഉണ്ടായിട്ട് അമ്മാമ്മേനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അങ്ങനെ എന്തോ പോയ സമയത്ത് അന്ന് കണ്ണനെ നമ്മുടെ കൊടകരയിലത്തെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയ്യാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10-11 വർഷമൊക്കെ ആയിന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ അന്നിട്ടിരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നില്ല, അവിടെ നിന്നിരുന്ന സമയത്താണെങ്കിലും ഭയങ്കര ചൂടിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അവന്. മേലൊക്കെ ഭയങ്കര ഇങ്ങനെ പൊള്ളുന്ന പോലെയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതപ്പോൾ മിക്ക ദിവസങ്ങളിൽ നനച്ച് തുടച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായി 2-3 പ്രാവശ്യം ഞങ്ങൾ പോയി ജൂബിലിയിലേക്ക്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു ദിവസം ഇതുപോലെ തന്നെ ജൂബിലിയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആ വലിവിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതൽ. അപ്പോൾ എന്തെങ്കിലും നിസ്സാരം കാണുമ്പോൾ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിലൊന്നും അങ്ങനെ കാണിക്കാറില്ല. ഇത്തിരി ഒരു ദിവസം നമ്മുടെ പോക്കാണ് ജൂബിലിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി ഈവനിങ് ആവും നമ്മൾ എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോൾ. പിന്നെ കാഷ്വാലിറ്റിയിൽ പോവുകയാണെങ്കിൽ പറയണ്ട, OPയിൽ ഡോക്ടർ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കാഷ്വാലിറ്റിയിൽ പോവുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം എന്തായാലും പോക്കാം. അവിടെ ചെന്ന് അവർ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പീഡിയാട്രിക്കിൻ്റെ അവിടേക്ക് വിടുക. എന്നിട്ട് പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് നോക്കി അങ്ങനെ എന്തായാലും നമ്മളൊരു ദിവസം നമ്മുടെ പോക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു ദിവസം പോവുകയാണെങ്കിൽ പോട്ടെ, നമ്മൾക്ക് ഒരു ദിവസത്തെ മെനക്കെടാണ് പോയി വരാമെന്നുള്ളത്. എന്നാലും വെറുതെ എന്തെങ്കിലും ഉള്ളിൽ നമ്മൾ മൂക്കിങ്ങനെ വലിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക അവൻ അഡ്നോയിഡിൻ്റെ ഉണ്ട്, ആ മൂക്കടപ്പിൻ്റെ തന്നെയാണെന്നാണ്. പക്ഷെ ചെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അത് ഡോക്ടേഴ്സ് നോക്കിയാൽ മാത്രമല്ലേ അറിയുള്ളൂ. നമ്മൾ മൂക്കിൻ്റെ വലിക്കുന്നത് കാണുമ്പോൾ നമ്മളിരിക്കും മൂക്കിൻ്റെ മാത്രമാണെന്ന്. നെഞ്ചിൽ കഫക്കെട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെ വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെലൂർ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ
ഒരാഴ്ച ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ കാണുന്ന പ്രശ്നമാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ അന്ന് മുതലേക്ക് ഇന്ന് വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ആഡ് ചെയ്തും കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഈ മൂക്ക് വലിവൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര പോയിട്ട് വരുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആളുടെ പകുതി അസുഖം മാറിയതുപോലെ. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസമൊക്കെ നിന്നു. ചേലൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് തുമ്പൂരെത്തിയപ്പോഴാണ് പിന്നെ വിചാരിച്ചത് നല്ല ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കണ്ണനാണെങ്കിലും കുറച്ച് സുഖം കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മൂന്നാർക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെ എടുത്തൊരു പ്ലാനിങ് ആണ് കേട്ടോ. ഇന്ന് പോയിട്ട് നാളെ വരാമെന്നുള്ളൊരു പ്ലാനിങ്. അപ്പോൾ കുറേ നാളായിട്ടുണ്ടെങ്കിൽ വിചാരിക്കണം മൂന്നാർ പോകേണ്ട കാര്യമൊക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് പോയിട്ടുള്ളതായിട്ട് ഏകദേശം 15 വർഷമൊക്കെ ആവാറായിട്ടുണ്ട് പോയിട്ട്. അപ്പോൾ കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ വിചാരിക്കുന്നു പോകണം. പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ പോകാൻ പറ്റാതിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ തീരുമാനിച്ച് ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങുമല്ലാതെ പിന്നെ ദിവസം പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങും. അപ്പോൾ അങ്ങനെ പോയി. പക്ഷേ മൂന്നാർ അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല കേട്ടോ. വെയിലത്തോടെയൊക്കെ നടക്കുമ്പോൾ നല്ല ചൂടായിരുന്നു. അല്ലാത്ത ചെറിയൊരു കൂളിംഗ് ഉണ്ട്, അല്ലാതെ പറയത്തക്ക ഒരു തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തണുപ്പൊക്കെ പ്രതീക്ഷിച്ചൊക്കെ പോയത്. പക്ഷെ റൂമിലൊക്കെ സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഫാനൊക്കെ ഇട്ട് കിടക്കുമ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിലത്ത് കൂടെയൊക്കെ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. വെയിലത്ത് കൂടെ നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് വെയിലിൻ്റെ ചൂടറിയില്ല. അന്തരീക്ഷത്തിൽ നല്ലൊരു കൂളിംഗ് ഉള്ളത് കാരണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ബോട്ടിങ്ങിന് പോയായിരുന്നു അവിടെ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. തേയിലത്തോട്ടങ്ങളും അങ്ങനെയൊക്കെ കണ്ടു. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. വേഗം തന്നെ നടന്ന് പോന്നു. പിന്നെ ഈ തണുവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അവിടെ നിൽക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നും. പക്ഷേ ഇതങ്ങനെ വലിയ തണുവൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ തോന്നിയില്ല കേട്ടോ അധികം നിൽക്കാനൊക്കെ. പിന്നെ വേഗം എങ്ങനെയെങ്കിലും പോന്നാൽ മതി. വൈകിട്ടൊക്കെ ഏൽപ്പിക്കും വയ്യാണ്ടാവണ പോലെയായി. ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് കണ്ണുകുട്ടീനെ എടുത്തൊക്കെയല്ലേ നടക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വിയർക്കണമുണ്ട് കടനെടുത്ത് നടക്കുമ്പോഴേ. അല്ല നല്ല കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവനെടുത്ത് നടക്കുന്നതൊന്നും വലിയ വിഷയമൊന്നും ആവില്ല. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ബോട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയപ്പോൾ. കാരണം 2ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ബോട്ടിൽ കയറുന്നത്. അതിൽ മുൻപ് ഒരു പ്രാവശ്യം കൂടെ കോട്ടയത്ത് വെച്ചിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ വോയിസ് ഞാനിങ്ങനെ കട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് സംസാരിക്കും, അപ്പോഴേക്കും എൻ്റെ സൗണ്ട് ആകെ അടയും. എൻ്റെ പനി വന്നിട്ടുള്ള എന്താ പറയുക രുചി, മണം, സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ അവിടെ തന്നെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അതൊന്നും എനിക്ക് തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ കുറേ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് മുഴുവനായിട്ടും പോകണം. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്താണ് കേട്ടോ വോയിസൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും നമുക്ക് ഒരിതെന്ന് പറഞ്ഞാൽ അവിടെ തേയിലത്തോപ്പിലൊക്കെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമൊക്കെ ആയിരിക്കും കാണാനായിട്ട്. അങ്ങനെ വന്ന് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ വീട്ടമ്പലത്തിൽ ഉത്സവമായിരുന്നു. ചേട്ടൻ്റെ വീട്ടമ്പലത്തിൽ ഉത്സവമായിരുന്നു. അത് ചെങ്ങാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ വന്ന് പിറ്റേ ദിവസം തന്നെ ഒരു ചെറിയ കഷ്ണം ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ചക്കയൊക്കെ എടുത്തിട്ട് കണ്ണന് ചക്കട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചക്കട ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ആൾ അത്യാവശ്യം കഴിക്കും അത്. പിന്നെ കണ്ണൻ്റെ കാര്യത്തിൽ ചക്കട കഴിയണവരൊരു ടെൻഷനും ഇല്ല. ആൾ ചക്കട കഴിച്ചോളും. അപ്പോൾ രാവിലെ തന്നെ അവന് ചക്കട ഇഷ്ടമായത് കാരണം ഞങ്ങളപ്പോൾ ചക്കട കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്കടയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അതാ ഇഷ്ടം അവൻ്റെ മുഖത്ത് കാണുന്നത് കണ്ടോ, ചിരി, ഭയങ്കര സന്തോഷത്തിൽ ആളിരിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ സന്തോഷത്തോടു കൂടെ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസം മൊത്തം ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകലും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അമ്പലത്തിൽ നിന്നാണ് ഭക്ഷണമൊക്കെ. അപ്പോൾ രാവിലെ തന്നെ അവന് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാവിധ സാമഗ്രികളും ഉണ്ടാവും കേട്ടോ ഫ്രണ്ടിൽ. പല്ല് തേക്കാനുള്ള സാധനങ്ങളും മെഡിസിൻ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, ചായ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചക്കട നല്ല ഇഷ്ടത്തോടു കൂടെ തന്നെയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്ന് കൊടകരയിൽ നിന്ന് ചേട്ടനും ചേട്ടത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനും ചേട്ടത്തെയൊക്കെ. അപ്പോൾ അവർ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ രാവിലെ അങ്ങനെ വലിയ കൊട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകിട്ടായിരുന്നു കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ പെങ്ങളും
ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രസമാണ് കളവും കാര്യങ്ങളൊക്കെ. പക്ഷേ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുകളിൽ മറ്റേ ഷീറ്റ് വലിച്ച് കെട്ടിയേക്കാണ്, ഷീറ്റ് ഇട്ടേക്കാണ്, പന്തലിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമാത്രമാണ്. പിന്നെ അമ്പലം ഏതൊരു അമ്പലമാണെങ്കിലും അമ്പലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്പലത്തിൻ്റെതായിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ടിൽ പോയി കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആലിൻ്റെ അവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ കൂടൽമാണിക്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ പറമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തെ അച്ഛൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ അച്ഛനൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും കുറച്ച് നേരമൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തന്നെ ആസ്വദിച്ചിരിക്കാൻ പറ്റില്ല. കാരണം മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരെ കല്യാണി അങ്ങോട്ട് ഉടലടി കണ്ണ ബലം പിടിക്കലുള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാനിരിക്കുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ മൈൻഡ് ഫുൾ റിലാക്സ് ആയിട്ട് നമുക്കങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇരിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ രാവിലെ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ. അപ്പം ഞാൻ കണ്ണനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും അതെന്ന് പറഞ്ഞാൽ എങ്ങടേലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണനാക്ക് ക്ഷീണം ആയ പോലെയൊക്കെ തോന്നും ചില സമയത്ത്. അത് ഇപ്പോഴത്തെയാണ് കേട്ടോ. അവൻ മൊത്തത്തിൽ യാത്ര പോകാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ ഈ ചൂടിൻ്റെയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെയല്ലേ, മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ആകെ വയറത്തൊഴുകി ആകെ വയ്യാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ വരുന്നോണം വന്ന് കണ്ണിന് വെള്ളവും അതുപോലെ പഴവും ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണി വന്നിട്ട് എന്തൊക്കെയോ വന്നെന്ന് എൻ്റെ അടുത്ത് പറയണൊക്കെ ഉണ്ട്. കുഞ്ഞു കുറുമ്പുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചില നേരത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, ചില നേരത്ത് ആൾ ഓക്കെയാണ്. പക്ഷേ കല്യാണി കുറുമ്പെടുത്ത് നടക്കുന്നത് കാണാനാണ് കണ്ണന് ഇഷ്ടം. അപ്പോഴാണ് കണ്ണൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആദ്യമേ പോവായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക്. എന്ന് വെച്ചാൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആകെ വയർത്ത് ആകെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് കണ്ണനാണെങ്കിലും കല്യാണിയാണെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്ന്. ദൂരമുണ്ട് കേട്ടോ, കൊടകരയിൽ നിന്നും പോകണം, ചെങ്ങാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പോക്കിനുള്ള ഒരുക്കങ്ങളായി. ഞാനപ്പോൾ ഇതുമൊക്കെ കയറി നിൽക്കുന്നത് സെറ്റ് സാരിയൊക്കെ എടുക്കൽ കുറവാണ്. വല്ല അമ്പലങ്ങളിൽ പോകുമ്പോഴൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഏതൊക്കെയോ സെറ്റ് സാരിയൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ബ്ലൗസിൻ്റെ കാര്യം കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ഇപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ ബ്ലൗസുകളൊക്കെ ഞാനൊരു കഴിഞ്ഞ വർഷം ഈ സമയത്ത് എൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസ്, അതെന്ന് പറയുമ്പോൾ ഇത്ര വർഷം മുന്നത്തെ എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ ബ്ലൗസ് എനിക്ക് പാകമായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊന്നും കയറണില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കയറുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭയങ്കര നോട്ടത്തിലൊക്കെയായിരുന്നു. അപ്പോൾ അതൊന്നും കയറുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ വേറെ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ വൈകിട്ട് എന്ന് പറഞ്ഞാൽ താലം പിടിച്ച് അങ്ങനെ കുറച്ച് ഏരിയ അങ്ങോട്ട് പോവില്ല. അവിടെ നിന്ന് എന്താ പറയുക, കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഞങ്ങൾ ചെന്നപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് മിസ്സാക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് പോയി. പക്ഷെ എന്താണെന്നറിയില്ല, അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഇങ്ങനെ തുള്ളുന്നതിനുള്ള അങ്ങനെ തുള്ളുമ്പോൾ അരയിൽ അരമണിയൊക്കെ കേട്ടില്ലേ, അതൊക്കെ എടുത്തിങ്ങനെ നിന്ന് സൗണ്ട് കേട്ടതും അതുപോലെ കൊട്ടിൻ്റെ സൗണ്ട് പെട്ടെന്ന് തന്നെ എടുത്തുനിന്ന് കേട്ടതും ഒക്കെ കാണാൻ ആകെ പ്രശ്നമായി. ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. മൊത്തത്തിൽ ആൾക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെവീൻ്റെ അടുത്തൊക്കെ വന്നെന്ന് അപ്പോൾ എല്ലാവരും താലം പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവരും കുട്ടികളെ കൊണ്ട്. അപ്പോൾ കല്യാണിനെ കൊണ്ട് പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കല്യാണി പകുതിക്ക് വെച്ചിട്ട് ആൾ പണി പറ്റിച്ചു. ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു താലം. കല്യാണി പകുതി എത്തിയപ്പോൾ പറയാം എനിക്ക് പിടിക്കാൻ പറ്റില്ല, എൻ്റെ കൈ കടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളത് വല്യമ്മയുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമൊക്കെയാണ് ഇങ്ങനെ താലം പിടിക്കാൻ, പക്ഷെ എനിക്ക് പറ്റില്ല, എൻ്റെ കയ്യിൽ കണ്ണൻകുട്ടിയാണല്ലോ. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടീനെ എടുത്തിട്ട് പിന്നിൽ ഇങ്ങനെ നടക്കാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വന്നു എന്നല്ല, ഞങ്ങൾക്ക് വേഗം പോരേണ്ടതായിട്ട് വന്നു. കാരണം ആൾ ഭയങ്കര വാശിയായി. ഞങ്ങൾ നൈറ്റിലത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട്. വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഭയങ്കര വാശി കുറുമ്പൊക്കെ കാണിച്ച് ഞങ്ങൾ പിന്നെ ഭക്ഷണം പോലും കഴിക്കാണ്ട് ഞങ്ങൾക്ക് വൈകിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങേണ്ടേക്ക് വന്നു കേട്ടോ. പിന്നെ വിഷുവിൻ്റെ 2 ദിവസം മുൻപ് അച്ചാച്ചനൊക്കെ കൊണ്ടുകൊടുത്ത വണ്ടികളൊക്കെ ആയിട്ട് കിടക്കാറുണ്ട് കേട്ടോ കണ്ണൻ. അത് അവർ വീട്ടിൽ നിന്ന് പഴനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ JCBയും കാറൊക്കെ.
അപ്പോൾ അതൊക്കെ പിടിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആ കവറ് പൊളിക്കാൻ പാടില്ല. ആ കവറിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അതിങ്ങനെ പിടിക്കുമ്പോൾ കവറ് കിടന്നിങ്ങനെ ചിൽ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അപ്പം ഞാൻ കവറ് പൊളിക്കാണ്ട് തന്നെ ആളുടെ അടുത്ത് വെച്ച് കൊടുത്തേക്കായിരുന്നു. ഒരെണ്ണം എന്തൊക്കെയോ കാണിച്ച് അതിൻ്റെ കവറൊക്കെ അവൻ തന്നെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വക ഇവിടെ എന്തോ വളയൊക്കെ വെച്ച് എന്തൊക്കെയോ കളികൾ അങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കല്യാണി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടുമ്പോൾ ഇവരുടേതായിട്ടുള്ള കുറച്ച് കളികളുണ്ട്. അവൾ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ ഇവിടെ അവിടെ കിടന്ന് കണ്ണൻ്റേതായിട്ടുള്ള കാറ് തട്ടൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവളുടെ വക എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചോദ്യങ്ങൾ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കല്യാണം എന്നെ നോക്കാട്ടാ, അമ്മ ഇതൊക്കെ എടുത്ത് പകർത്തുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നമ്മുടെ സംക്രാന്തി വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒതുക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ക്യാരറ്റ് നമ്മൾ മൂന്നാർ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണൻകുട്ടിക്ക് ജ്യൂസാക്കാനൊക്കെ ആയിട്ട് എടുത്ത് ജ്യൂസൊക്കെ ആക്കി. ഞാൻ വിചാരിച്ചു അവൻ കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കൊടുത്തപ്പോൾ മധുരമൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കാരണം ഫസ്റ്റ് കൊടുത്തപ്പോൾ ആൾ കുറച്ചൊക്കെ കുടിച്ചു. ചോദിച്ചു കല്യാണം കുടിക്കും എന്നൊക്കെ കരുതി, എവിടെ 2 ആളും കുടിച്ചില്ല കേട്ടോ. ഞാനപ്പോൾ എന്തെങ്കിലും അതെന്ന് പറഞ്ഞാൽ അധികം വലിയ കെമിക്കലൊന്നും ഇല്ലാണ്ടൊക്കെ കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൂന്നാറിൽ നിന്ന് ക്യാരറ്റ്. പക്ഷേ കുറച്ചൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആളുടെ തനി സ്വഭാവം എടുത്തു കേട്ടോ. ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ ആകെ വണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പിറന്നാൾ മാസമാണല്ലോ, അത് കാരണം മുടി വെട്ടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയും കൂടെ പോയപ്പോൾ ആകെ അങ്ങോട്ടില്ലാണ്ടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോഴും ഞാനിങ്ങനെ പറയും, കണ്ടാൽ എന്തെങ്കിലുമൊക്കെ നല്ലോണം കഴിച്ചു തക്കടുമുണ്ടനെ അവിടെ അങ്ങനെയാടാ ഇങ്ങനെയാടാന്നൊക്കെ പറയും. പക്ഷേ ആൾക്ക് ഇങ്ങനെ അങ്ങനെ എന്താ പറയുക, വേഗം സ്പീഡിലൊന്നും ആൾക്ക് കഴിക്കാനോ അവൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്രയും ഭക്ഷണമൊന്നും അവന് കഴിക്കാനും പറ്റണില്ല. അവന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും കൂടുതൽ കഴിക്കണം എന്നൊക്കെ, പക്ഷേ ആൾക്കത് പറ്റണില്ല. ആൾ കുഞ്ഞുണ്ണിയുള്ള പോലെ ഇത്തിരീശ് ഇപ്പോൾ ഈ ഒരു 1/2 ഗ്ലാസ് ജ്യൂസും പിടിച്ച് ഞാൻ 1 മണിക്കൂർ ഇരുന്നിട്ടാണ് അതിൻ്റെ 1/4 ഗ്ലാസ്സെങ്കിലും കുടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും പിന്നെ പടക്കം വാങ്ങണം, അതുപോലെ കണി വയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം, ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കൂടെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിവിടെ അടുത്ത് നിന്ന് തന്നെയൊക്കെയാണ് വാങ്ങിയത്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ പിന്നെ വിചാരിച്ചു പോവാമെന്ന് പറഞ്ഞപ്പോൾ ശരി എല്ലാം ഒന്ന് കണ്ട് നോക്കിയൊക്കെ എടുത്ത് മേടിക്കാമെന്നൊക്കെ കരുതി. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു നട്ടുച്ച നേരത്താണ് കേട്ടോ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വിചാരിച്ചത് പിന്നെ അയ്യോ പോവണ്ടായിരുന്നു, കല്യാണിനും ചേട്ടനും വിട്ടാൽ മതിയായിരുന്നു. കണ്ണനെയൊക്കെ എടുത്ത് ഞാൻ പോയി. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ കാറിൽ തന്നെയായിരുന്നു. ഞാൻ പിന്നെ വെച്ചാൽ എന്തിനാണ് ഇപ്പം ഞങ്ങൾ പോയത് കാറിലിരിക്കാൻ വേണ്ടിയിട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവിടെയും ഇറങ്ങാൻ പോലും പറ്റണില്ല. അതുപോലത്തെ വെയിൽ കാണുമ്പോൾ പേടിയാവാന്ന് പറയില്ല, അതുപോലെ. അപ്പോൾ അധികം ഒന്നും വാങ്ങിയില്ല കേട്ടോ. പടക്കമൊക്കെ നിസ്സാര പടക്കം വാങ്ങിയില്ല, അത് പറയാൻ വിട്ടുപോയി. പടക്കം വാങ്ങിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പടക്കം വാങ്ങിയിട്ടുണ്ട്. ഈ കത്തിക്കാനുള്ള സാധനങ്ങൾ മാത്രം, മേശപ്പ്, കമ്പിത്തിരി, ലാത്തിരി, പൂത്തിരി അങ്ങനത്തെ സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പടക്കം പൊട്ടിച്ച കണ്ണൻകുട്ടി കരയും, ഭയങ്കര പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പടക്കം തന്നെ മുഴുവൻ പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കാണാനാകെ വിഷമമൊക്കെ വന്ന് കരച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം പടക്കം വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പടക്കമൊന്നും വാങ്ങിയില്ല. അപ്പോൾ കല്യാണി വന്നപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ശിവാനിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എടുത്ത് ഓരോന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ണനാണെങ്കിൽ അതൊക്കെ നോക്കി ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പൊട്ടിക്കാട്ടാ കണ്ണാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള വിശേഷങ്ങളും വിഷുവിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ്ങായി ഇപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.